ക്യാമറ ഡ്രൈവറെ സെൻസ് ചെയ്യാനുള്ളതാണ്. ഡ്രൈവർ ഉറങ്ങിയാൽ ഇത് അടിക്കും. ഇതിൽ ഒരു അലാറം കേൾക്കാം ഡ്രൈവർ ഉറങ്ങിക്കഴിഞ്ഞാൽ. ഡ്രൈവർ കോട്ടോ വിടുകയോ കണ്ണടയ്ക്കുകയോ മൊബൈൽ ഫോൺ എടുക്കുക ചെയ്താൽ അലാറം ഇവിടെ അടിക്കും. ഈ അലാറം ഇവിടെ അടിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫോട്ടോ കൺട്രോൾ റൂമിലേക്ക് പോകും. ആവറേജ് ഇതാണ്. ഞാൻ എൻ്റെ ശ്രദ്ധ പോയതുകൊണ്ട് അലാറം അടിച്ചത്. ഞാൻ മൊബൈൽ എടുത്താലും അടിക്കും. കോട്ടോ വിട്ട് അടിക്കും. ഡ്രൈവിംഗ് പഠിപ്പിച്ച കാലത്തുള്ള കുഴപ്പമാണ്. ഇനി വരുന്ന ഡ്രൈവർമാരെങ്കിലും നന്നായിരിക്കും. ഇത് പവർ സ്റ്റിയറിംഗ് ആണ്. വളരെ സുഖമാണ്. ഒരു വിരലുകൊണ്ട് തിരിക്കാം. ഇതുപോലെ ഫാനുണ്ട്, AC ഉണ്ട്. നമ്മൾ 5 ഗിയർ മാറി വണ്ടി നല്ല സ്മൂത്തായിട്ട് നല്ല സ്പീഡിൽ പോവാൻ. ഈ ക്യാമറ ഡ്രൈവറെ സെൻസ് ചെയ്യാനുള്ളതാണ്. ഡ്രൈവർ ഉറങ്ങിയാൽ ഇത് അടിക്കും. ഇതിൽ ഒരു അലാറം കേൾക്കാം ഡ്രൈവർ ഉറങ്ങിക്കഴിഞ്ഞാൽ. ഡ്രൈവർ കോട്ടോ വിടുകയോ കണ്ണടയ്ക്കുകയോ മൊബൈൽ ഫോൺ എടുക്കുക ചെയ്താൽ അലാറം ഇവിടെ അടിക്കും. ഈ അലാറം ഇവിടെ അടിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫോട്ടോ കൺട്രോൾ റൂമിലേക്ക് പോകും. ഈ ഡ്രൈവർ ഏത് ഡ്രൈവറാണോ കണ്ണിങ്ങനെ നടഞ്ഞാൽ മതി. കോട്ടോ വിടുക, അങ്ങനെയുള്ള ഉറങ്ങാനുള്ള സാധ്യതകൾ. പിന്നെ ശ്രദ്ധ പോവുക, അങ്ങോട്ടും തിരിഞ്ഞു നോക്കുക. പിന്നെ മൊബൈൽ ഫോൺ എടുക്കുക പോക്കറ്റിൽ നിന്ന്. ഇതെല്ലാം ഫോട്ടോ ആയിട്ട് വരും. അപ്പോൾ ഏത് ഡ്രൈവറാണ് അത് ചെയ്താൽ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. ഇതിനകത്ത് വൈഫൈ വഴി കൺട്രോൾ റൂമിൽ ഇതിൻ്റെ ഓപ്പറേഷൻ ചുമതലയുടെ ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പറിലേക്ക് പോകും. ഫോണിലേക്ക് കാണാൻ പറ്റും ഈ ഫോട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തില്ല എന്ന് നിഷേധിക്കാൻ പറ്റത്തില്ല. വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ വണ്ടിക്ക് ആദ്യകാലങ്ങളിൽ ചില തട്ടുമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് വളരെ ശുഷ്കാന്തിയോടെയാണ് ഇപ്പോൾ ഡ്രൈവർമാരത് ഓടിക്കുന്നത്. ഡെസ്റ്റിനേഷൻ ബോർഡ് ഡിജിറ്റലാണ്. അത് ഇവിടെ നിന്ന് കാണിക്കാൻ പറ്റും. ഏത് ഡെസ്റ്റിനേഷൻ എത്തിയെന്ന് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അവർക്ക്. മാത്രമല്ല ഡ്രൈവർ കാണാം എവിടെ പാസ് ചെയ്യുമെന്നുള്ള കാര്യം. പിന്നെ ഈ വണ്ടിക്ക് അത് വൈഫൈ ഉണ്ട്. 1 GB വൈഫൈ ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ വണ്ടി GB നമുക്ക് വേണമെങ്കിൽ നെറ്റ് പർച്ചേസ് ചെയ്യാം. മൊബൈൽ ചാർജറുണ്ട്. എല്ലാ സീറ്റിലും മൊബൈൽ ചാർജറുണ്ട്. ഇതുപോലുള്ള ഇനി ഇപ്പോൾ 13 വണ്ടിയായി. ഇനി 27 വണ്ടി കൂടി വാങ്ങുന്നുണ്ട് അടിയന്തരമായിട്ട് ഇതിന് വേണ്ടിയിട്ട്. ദീർഘദൂര സർവീസിൽ വളരെ നല്ല വിജയമാണ്. ഇതുവരെ ഇറങ്ങിയ 10 വണ്ടികൾ ഇപ്പോൾ റോഡിലുണ്ട്. 3 വണ്ടികൾ ഇപ്പോൾ വരെയാണ്. ഈ 10 വണ്ടിയും ഒരു വിജയം തന്നെയാണ്. പിന്നെ കണ്ടക്ടർക്കും അറിയാമല്ലോ. അടുത്തിരിക്കുന്ന കണ്ടക്ടർക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഈ അലാറം അടിക്കുമ്പോൾ ഡ്രൈവറുടെ ഉറക്കം തൂങ്ങുക എന്തെങ്കിലും ചെയ്തതിന് അറിയാൻ പറ്റും. യാത്രക്കാർക്ക് കേൾക്കാം ഈ അലാറം. സ്റ്റോപ്പ് കുറഞ്ഞാലേ ആൾ കയറുള്ളൂ. എല്ലാ സ്ഥലത്തും നിർത്തി ആൾ കയറില്ല. പ്രധാന സ്ഥലങ്ങളിൽ നിർത്താം. ഒരുപാട് നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ യാത്രക്കാർക്ക് താല്പര്യമില്ല. ഇത് ഓടിക്കാൻ നല്ല സുഖമാണ്. കാറ് പോകുന്ന പോലെ പോകും. ഡ്രൈവർക്ക് യാതൊരുവിധ സ്ട്രെയിനും ഇല്ല ഈ വണ്ടി ഓടിക്കുമ്പോൾ. ഈ വണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഒരു കാറ് പോകുന്ന സ്പീഡിൽ പോകും. ഒരു കാറിൽ വളരെ സ്മൂത്തായിട്ട് കാറ് പോകുന്ന പോലെയാണ് വണ്ടി പോകുന്നത്. വണ്ടിക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടെ കണക്കൂട്ടിൽ. ഇപ്പം ആദ്യം വാങ്ങിയ വണ്ടികൾ 70,000 കിലോമീറ്റർ കടന്നു. പല വണ്ടികളുടെയും ടയർ മാറ്റേണ്ടി വന്നിട്ടില്ല, ലൈനർ മാറ്റേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്കത് വളരെ ഒരു ലാഭകരമായൊരു സംഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സാധാരണ വണ്ടി ഉണ്ടാക്കുന്നതിനേക്കാൾ വില കുറവാണ്. ഇത് പവർ സ്റ്റിയറിംഗ് ആണ്. വളരെ സുഖമാണ്. ഒരു വിരലുകൊണ്ട് തിരിക്കാം. ഒരു ബസ്സാണ് ഓടുന്നത്. പക്ഷേ ഒരു ഡ്രൈവർക്ക് യാതൊരുവിധ ഇതുപോലെ ഫാനുണ്ട്, AC ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഡ്രൈവർക്ക് ഒരു തരത്തിലും സ്ട്രെയിൻ ഇല്ല. സ്റ്റിയറിംഗ് മടക്കി അടുത്തോട്ട് വയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ചുകൂടെ അടുത്തോട്ട് വയ്ക്കാം. ഇവിടെ ഇങ്ങനെ തട്ടിയിട്ട് കുറച്ചുകൂടി അടുത്തേക്ക് വയ്ക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാർ ഓടിക്കുന്ന പോലെ പോകും. 2 ബസ് ഓടിക്കാൻ ഇട്ട് വട്ടം പിടിക്കണ്ട. ഇതിങ്ങനെ ചെറുത് ജസ്റ്റ് തൊട്ടാൽ മതി. ഇപ്പം നമ്മൾ 5 ഗിയർ മാറി വണ്ടി നല്ല സ്മൂത്തായിട്ട് നല്ല സ്പീഡിൽ പോവാൻ. വണ്ടി ഇങ്ങനെ ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ ലൈറ്റ് മോഡലിലേക്ക് മാറ്റിയാൽ എക്കണോമിക് ആവും. മൈലേജ് കൂടുതൽ കിട്ടും വണ്ടി. അങ്ങനെ വേറെ സ്വിച്ചാണ്. ഇതുവരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് പോകുന്ന വണ്ടികൾ ഇപ്പോൾ ഇവിടെ തന്നെ വണ്ടി വരുന്നതിന് മുമ്പ് വാക്യൂം ക്ലീനർ, ക്ലീൻ ചെയ്യേണ്ട രീതികൾ, മെക്കാനിക്കുകൾക്ക് വേണ്ട പിന്നെ ട്രെയിനിങ് എല്ലാം കൊടുത്തതിന് ശേഷം വണ്ടി പത്തനാപുരത്ത് വന്നുള്ളൂ. അവർ കഴിഞ്ഞ ആഴ്ച തന്നെ അവർ പോയി ട്രെയിനിങ് എല്ലാം എടുത്ത് വന്നു. പിന്നെ വാക്യൂം ക്ലീനർ അടക്കം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. വണ്ടി കൃത്യമായി ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. അത് ഇതിനകത്ത് ഇടും. ഇതിൻ്റെ TVയിൽ ഇട്ട് കാണിക്കാറുണ്ട്. കാരണം എങ്ങനെയാണ് സീറ്റ് ബെൽറ്റ് കെട്ടേണ്ടത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടത് വിമാനത്തിൽ കാണിക്കുന്നതോടൊപ്പം ഈ ബസ് എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്നതെന്ന് കാണിക്കുന്നൊരു വീഡിയോ.